പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം മനുഷ്യൻ്റെ ഇടയിലെ നിന്ന നീക്കുന്ന ദൈവം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. മുൻപുള്ള എപ്പിസോഡിൽ ഞാൻ വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോസ്തലനായ പൗലോസിൻ്റെ സഹയാത്രക്കാരനാണ് ലൂക്കോസ്. ജാതിയിൽ നിന്ന് രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനാണ് വൈദ്യനായ ലൂക്കോസ്. അദ്ദേഹം തിരുവചന ഏടുകളിൽ പുതിയ നിയമ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് വിശേഷം എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സക്കറിയാവിനെയും എലിസബത്തിൻ്റെ ചരിത്രം ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിൽ വൈദ്യനായ ലൂക്കോസ് വ്യക്തതയോടുകൂടെ തിരുവചന ഏടുകളിൽ എഴുതി തിട്ടപ്പെടുത്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേഖലകളിൽ വിടുതലിനായിട്ട് ആ തിരുവചന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് 1-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ സക്കറിയാവിൻ്റെ ഭാര്യയായ എലിസബത്ത് തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം തനിക്ക് അത്ഭുതം ചെയ്തപ്പോൾ താൻ ദൈവത്തോട് പറയുകയാണ്, മനുഷ്യൻ്റെ ഇടയിൽ ഞാനൊരു നിന്നയായിരുന്നു. അതായത് ഞാൻ വാർദ്ധക്യത്തിലായിട്ടും ദൈവീക വേലയുടെ മുഖത്ത് ഞാനും എൻ്റെ കുടുംബവും, അതായത് സക്കറിയാവും തൻ്റെ ഭർത്താവായ സക്കറിയാവ് പുരോഹിതനാണ്. അപ്പോൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഭവനത്തിൽ ഒരു തലമുറ ഇല്ലാഞ്ഞതുകൊണ്ട് മനുഷ്യൻ്റെ ഇടയിൽ ഞങ്ങളെക്കുറിച്ച് തലമുറയില്ല എന്നുള്ള വിഷയം പറഞ്ഞ് എല്ലാവരും മനുഷ്യൻ ഞങ്ങളെ നിന്ദിക്കുമായിരുന്നു. ആമേൻ. ഈ എപ്പിസോഡിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾ എന്നെയോ നിങ്ങളെയും കുറിച്ച് ഏതെങ്കിലും മേഖലയിൽ ശത്രുവായവൻ ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് നമ്മെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ എലിസബത്ത് പറയുന്നു, മനുഷ്യൻ്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്നയെ സ്വർഗത്തിലെ ദൈവം തുടച്ചു മാറ്റി. കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ മനുഷ്യൻ നമ്മുടെ കുറവുകളെ മാത്രം നോക്കുകയാണ്. ഇവിടെ എലിസബത്തിനും സക്കറിയാവിനും തലമുറയില്ലാത്ത കുറവ് മനുഷ്യൻ നോക്കി. മനുഷ്യൻ്റെ ഇടയിലെ സംസാര വിഷയം ദൈവത്തിൻ്റെ പുരോഹിതനായ സക്കറിയാവിൻ്റെ കുടുംബത്തിൽ, എലിസബത്തിൻ്റെ ജീവിതത്തിൽ ഒരു തലമുറയില്ല. ഇത് മനുഷ്യൻ്റെ ഇടയിൽ നടക്കുന്ന സംസാര വിഷയമാണ്. സംസാരിക്കുക മാത്രമല്ല, അവർ നിന്ദിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും മനുഷ്യൻ്റെ ഇടയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഒരുമിച്ച് ചർച്ച ചെയ്ത് നിങ്ങളുടെ പേര് ഉദ്ധരിച്ച് നിങ്ങളെക്കുറിച്ച് നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞ് പരിഹസിക്കപ്പെടുന്നുണ്ടോ? മനുഷ്യൻ നിങ്ങളെ മനുഷ്യൻ്റെ കൂട്ടത്തിൽ വെച്ച് നിന്ദിക്കുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലാതിരിക്കുന്നത്, പരസ്യമായിട്ട് 10 പേരുടെ നടുവിൽ വെച്ച് നീ നിന്ദിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നിന്നയെ സ്വർഗത്തിലെ ദൈവം മാച്ചു കളയുകയാണ്. ഇവിടെ എലിസബത്ത് പറയുന്നു, മനുഷ്യൻ്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്നയെ സർവശക്തനായ ദൈവം തുടച്ചു മാറ്റിയിട്ട്
ആ കർത്താവിൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തിരിക്കുന്നു. ആരോടോ പരിശുദ്ധാത്മ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്ന പല നിന്ദകളുടെ വിഷയത്തിൽ മേൽ, അതായത് നിങ്ങളെ പരിഹസിച്ച് 10 പേരുടെ നടുവിൽ നിങ്ങൾക്ക് എന്താണോ കുറവായിരിക്കുന്നത്, ആ കുറവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ച് നിന്ദിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ കേൾക്കുന്ന നിന്ദയെ പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റി സ്വർഗത്തിലെ ദൈവം നിന്ദിക്കപ്പെട്ടവരുടെ മനുഷ്യന്റെ മുന്നിൽ ആരാണോ നിന്നെ നിന്ദിച്ചത് അവരുടെ മുന്നിൽ തന്നെ സർവശക്തനായ ദൈവം നിന്നോട് കരുണ ചെയ്ത് നിനക്ക് നന്മ ചെയ്ത് ആ നിന്ദയെ തുടച്ചു കളഞ്ഞ് നിന്ദിച്ചവരുടെ നടുവിൽ സ്വർഗം നിന്നെ മാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ആരോ ഭാരപ്പെടുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഏത് മേഖലയിലാണ് നിങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്? 10 പേരുടെ നടുവിൽ വെച്ച് നിങ്ങളെ പരിഹസിക്കപ്പെട്ട ഏത് വിഷയമാണ്? ജോലി സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഒത്തിരി നിന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ 10 പേരുടെ മുമ്പിൽ വെച്ച് ചെറിയൊരു കുറവും കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിന്ദിച്ച് പരിഹസിക്കുന്നുണ്ടോ? എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കും. നിന്നെ നടത്തുന്ന കർത്താവ് നീ ആശ്രയിക്കും. നിന്റെ നിന്ദയെ തുടച്ചു മാറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ തന്നെ നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങളുടെ നിന്ദയെ തുടച്ചു മാറ്റുന്ന സർവശക്തനായ ദൈവം. നിനക്കുണ്ടായിരിക്കുന്ന നിന്ന ആരുടെ നടുവിലാണ്? മനുഷ്യന്റെ മുന്നിൽ, മനുഷ്യരുടെ ഇടയിൽ നിന്നെ നിന്ദിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ തന്നെ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തെ മാനിച്ച് നിന്നെ പുറത്തെടുക്കുകയാണ്. അതായത് നിനക്ക് നന്മ ചെയ്ത് നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. ആ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദയെ നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തന്നിരിക്കുന്നു. അപ്പൊ ഏത് മേഖലയിൽ നീ നിന്ദിക്കപ്പെട്ടാലും സ്വർഗത്തിലെ ദൈവം നിന്നോട് മനസ്സലിയും. ദൈവീക കടാക്ഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒറ്റ കാര്യം, മനുഷ്യൻ നിന്നെ നിന്ദിച്ചാലും അത് കേട്ട് നീ ഭാരപ്പെട്ട് ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവസന്നി നീ വിശ്വസ്തയോടെ നിന്നാൽ സർവശക്തനായ ദൈവം നിന്റെ നിന്ദയെ മാറ്റി പരിശുദ്ധാത്മാവ് നിന്നെ കടാക്ഷിച്ച് നിന്ദിച്ചവരുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ മാനിക്കും. ആമേൻ. ഏതെങ്കിലും മേഖലയിലുള്ള നിന്ദകൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ ഈ വചനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതു മേഖലയിലാണ് നീ അസ്വസ്ഥപ്പെടുന്നത്? ഏത് മേഖലയിലാണ് നീ അസമാധാനപ്പെടുന്നത്? കുടുംബത്തിൽ നിന്നെ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ തന്നെ ഏത് വിഷയമാണ് പറഞ്ഞ് നിന്നെ നിന്ദിച്ചു പോകും? മനുഷ്യൻ നിന്നെ ഏത് കാര്യത്തിലാണ് പരിഹസിച്ചു പോകും? ആ പരിഹസിച്ചവർ തന്നെ നിന്നെ നോക്കിയിട്ട് പറയും, സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് കരുണയുണ്ടായെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എലിസബത്തിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ തന്നെ നിന്ദിച്ച വിഷയം തന്നെ, നിന്ദിച്ച മനുഷ്യർ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ കടാക്ഷം എലിസബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ആ മനുഷ്യർ തന്നെ പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു. യോഹന്നാനെ ഗർഭം ധരിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാനെ ഉദരത്തിൽ വഹിച്ചു, തനിക്കൊരു തലമുറ ലഭിച്ചു എന്ന് നിന്ദിച്ച മനുഷ്യർ, നിന്ദിച്ച നാട്ടുകാർ തന്നെ കേട്ടിട്ട് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തിന് എലിസബത്തിനോട് കരുണ തോന്നി. ദൈവം അവൾക്ക് അത്ഭുതം ചെയ്തിരിക്കുന്നു, ഞങ്ങളും ആ അത്ഭുതം ചെന്ന് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ നിന്ദയെ നീക്കുന്ന ദൈവം. ഏത് വിഷയത്തിലാണോ നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം ആ നിന്ദയെ തുടച്ചു മാറ്റി നിന്ദിച്ച മനുഷ്യരുടെ നടുവിൽ തന്നെ സർവശക്തനായ ദൈവം നിന്നെ പുറത്തെടുക്കും. നീ ധൈര്യത്തോടെ ഇരിക്കുക. പരിഹാസ വിഷയങ്ങൾ കേട്ട് നീ പതറിപ്പോകരുത്. തിരുവചനം പഠിപ്പിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. മനുഷ്യൻ്റെ വാക്ക് കേട്ട് നീ ഭാരപ്പെടേണ്ട, മനുഷ്യൻ്റെ കുത്തുവാക്ക് കേട്ട് നീ നിരാശപ്പെടേണ്ട. പരിശുദ്ധാന്മാരോട് പ്രവചന ദൂതുപോലെ കൈമാറുകയാണ്. നിന്റെ നിന്ദയെ മാറ്റി നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നീ ഏത് വിഷയമായിട്ടാണ് നിന്ദിക്കപ്പെട്ട് വേദനപ്പെടുന്നുവോ, പരിശുദ്ധാത്മാ പറയുന്നു, ആ നിന്ദയെ തുടച്ചു മാറ്റി ദൈവാത്മാവ് നിന്നെ പുറത്തെടുക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശ്വസിക്കുക. ആ കർത്താവിനോട് നീ ചേർന്നിരിക്കുക. മനുഷ്യൻ പരിഹസിക്കുമ്പോൾ കേട്ടിട്ട് നീ ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഇരിക്കുക. സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ മുന്നിൽ തന്നെ, നിന്ദിച്ചവരുടെ മുന്നിൽ തന്നെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും ദൈവം മാനിക്കും. ഏത് വിഷയത്തിലാണ് നീ വേദനപ്പെടുന്നുവോ, ഏത് വിഷയത്തിലാണ് നീ നിന്ദിക്കപ്പെടുന്നുവോ, ഏത് വിഷയത്തിലാണ് നീ ഒറ്റപ്പെടുന്നുവോ, സർവശക്തനായ ദൈവം അതിനെ തുടച്ചു മാറ്റി നിന്നെ മാനിച്ച് പുറത്തെടുത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ വിശ്വസിക്ക്. നിന്റെ നിന്ദയെ സ്വർഗത്തിലെ ദൈവം തുടച്ചു മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നിന്നെ മാനിക്കുന്ന ദൈവമാണ്. നീ എന്താണോ, ഏത് വിഷയത്തിലാണോ നീ തകർക്കപ്പെട്ടുവോ, ആ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് ആ വിഷയത്തിൽ നീ സന്തോഷിക്കുവാൻ പോവുകയാണ്, സന്തോഷിപ്പാൻ പോവുകയാണ്. ആമേൻ. അതുകൊണ്ട് ധൈര്യമായിരിക്കെ. നിന്റെ നിന്ദയെ തുടച്ചു മാറ്റി നിന്റെ ജീവിതത്തിൽ സന്തോഷത്തെ പകരുകയാണ്. നീ കർത്താവിൽ ഉറച്ചു നിൽക്ക്. ആ ദൈവഭക്തിയോട് ചേർന്നിരിക്കുക. നീ വിശ്വസ്തയോടെ ഇരിക്കുക. നീ പിറുപിറുക്കാതെ ഭാരപ്പെടാതെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ നിന്ദയെ സ്വർഗത്തിൽ അപ്പൻ തുടച്ചു മാറ്റി നിന്ദിച്ച മനുഷ്യരുടെ നടുവിൽ തന്നെ ഈ ജനത്തെ അനുഗ്രഹിച്ചു മാനിക്കണം. ഇവർക്ക് ആവശ്യമായത് സകലത്തെയും കൊടുക്കണം. രോഗബാധകൾ വിടുവിക്കണം. ഏത് വിഷയത്തിലാണ് അവർ നിന്ദിക്കപ്പെടുന്നുവോ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.